ഹലോ എവ്രി വൺ, ട്രാവൽ വിത്ത് മീയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഗ്രാൽമ്യൂറിറ്റ്സിലെ മ്യൂർ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. സമ്മർ സമയം എന്ന് പറയുന്നത് ജർമ്മനിയുടെ പല പ്രദേശങ്ങളിലും പലതരത്തിലുള്ള ഫെസ്റ്റുകളും ഇവൻറ്റുകളും ഒക്കെ നടക്കുന്ന സമയമാണ്. ഞാൻ താമസിക്കുന്ന ഗ്രാൽമ്യൂറിറ്റ്സിൽ ഇന്നലെ നടന്നൊരു ഫെസ്റ്റാണിത്. മ്യൂർ ഫെസ്റ്റ് എന്നാണ് ഈ ഫെസ്റ്റ് അറിയപ്പെടുന്നത്. മൂർ എന്നാൽ ചതുപ്പ് നിലങ്ങളെന്നാണ്. അവിടെ താമസിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് 2 ദിവസം, അതാണ് ഈ ഫെസ്റ്റ് കൊണ്ട് ഇവിടുത്തെ ജർമ്മൻസ് ഉദ്ദേശിക്കുന്നത്. മൂർലാൻഡ് അഥവാ ചതുപ്പ് സ്ഥലങ്ങളിലുള്ള സ്പിരിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫെസ്റ്റിവലാണിത്. ഗ്രേറ്റ് മൂർ എന്നറിയപ്പെടുന്നത് റിപ്നിറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ മ്യൂറിസ്റ്റർ ഗ്രോസ് മ്യൂറിനെയാണ്. ഗ്രേറ്റ് മ്യൂറിൽ നിന്ന് എണ്ണമറ്റ ഐതിഹ്യങ്ങളും യക്ഷിക്കഥകളുമുണ്ട്. അവരുടെ കഥാപാത്രങ്ങളിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ആത്മാവാണ് മർമാൻ എന്ന് പറയുന്നത്. ഇവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് മർമാൻ ചതുപ്പിൽ നിന്ന് നിരവധി ആളുകളെ രക്ഷിച്ച് ശരിയായ പാതയിലേക്ക് തിരികെ കൊണ്ടുവന്നൊരു നല്ല ആത്മാവാണ്. അവനും മറ്റെല്ലാ ആത്മാക്കളും 2 ദിവസത്തേക്ക് ജീവിതത്തിലേക്ക് വരുന്നു. ഇതാണ് ഈ ഫെസ്റ്റിന്റെ ഐതിഹ്യം. ഇതൊക്കെ കണ്ട് മുന്നോട്ട് നടക്കുന്ന സമയത്ത് ജർമ്മൻസിന്റെ വീടിന്റെ മുറ്റത്ത് ഇത്തരത്തിലെ പല സാധനങ്ങളും വിൽക്കാനായിട്ട് വച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ സെയിൽ ചെയ്യാനായിട്ട് പല സാധനങ്ങളും ഇവിടെ വച്ചിട്ടുണ്ട്. ഫെസ്റ്റ് കാണാൻ വരുന്ന പല ആൾക്കാരും ഇതൊക്കെ മേടിക്കാറുമുണ്ട്. ദേ ഇവിടെ ഇങ്ങനെ മരത്തിൽ തറച്ച രീതിയിൽ നമുക്കൊരു രൂപത്തെ കാണാനായിട്ട് പറ്റും. ഇവരുടെ കൺസെപ്റ്റിലുള്ള ഏതോ സ്പിരിറ്റുകളാണിത്. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും പരിസരത്തും മുറ്റത്തും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള സ്പിരിറ്റുകളുടെ രൂപങ്ങൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ആൾക്കാരൊക്കെ പല വിധത്തിലുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്പിരിറ്റുകളുടെ രൂപങ്ങളിലൊക്കെ സൗണ്ട് ഇഫക്റ്റ് ഒക്കെ കൊടുത്ത് ഇവിടുത്തെ ജർമ്മൻസ് അതൊന്നുകൂടി കൊഴുപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെയും ഇത് കാണാനായിട്ട് വരുന്ന ആൾക്കാരെയും ആകർഷിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. പല ആൾക്കാരും ഇവിടെയൊക്കെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളും പല വേഷവിധാനങ്ങളിലും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതൊരു വീട്ടിൽ പുകയൊക്കെ കൊടുത്ത് ഒരു ഗോസ്റ്റ് ഇഫക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ വീട്ടുകാർ. ഈ മൂർ സ്പിരിറ്റുകളോടൊപ്പം ഭക്ഷണം കഴിക്കുക എന്നൊരു കൺസെപ്റ്റ് കൂടി ഈ ഫെസ്റ്റിവലിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രൂപങ്ങളൊക്കെ അലങ്കരിച്ച് വെച്ചിട്ട് ആൾക്കാരെല്ലാം അവരുടെ ഗാർഡൻസിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. പുറത്തുകൂടി പോകുന്ന കുട്ടികൾക്കും ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ചെറിയ ക്യാൻഡീസൊക്കെ ഇവിടെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒത്തിരി പോണീസിനെയും ഹോഴ്സസിനെയും ഒക്കെ കാണാനായിട്ട് പറ്റും. ആൾക്കാരെയും കുട്ടികളെയും സ്ട്രീറ്റിൽ റൈഡിന് കൊണ്ടുപോകാനായിട്ട് ഇവയെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല രൂപങ്ങളൊക്കെ കണ്ട് ഞങ്ങളിതേ മുന്നോട്ട് നടന്ന സമയത്താണ് ഈ വീടിൻ്റെ മുന്നിൽ ഒരു മന്ത്രവാദിനിയെ കണ്ടത്. അതിന് ചുറ്റുമാണ് ഇവിടുത്തെ കുട്ടികളെല്ലാം.
കണ്ട് കണ്ട് നമ്മൾ അവസാനം എത്തിച്ചേരുന്നത് ഗ്രാൽമുറിഡ്സിലെ ഓസ്റ്റിലെ കടലിലാണ്. ആ കടൽ തീരത്തുള്ള ഹോട്ടലാണ് ഇതെല്ലാം. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ജർമ്മൻസൊക്കെ അവരുടെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. മൂർഫെസ്റ്റ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഇവിടുത്തെ ഹോട്ടലിൽ ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇവിടുത്തെ വൈകുന്നേര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുവാണ്. മൂർഫെസ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ധാരാളം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ആൾക്കാർ ക്യൂ നിന്ന് ബ്രെഡും വോസ്റ്റും ഒക്കെ മേടിച്ചു കഴിക്കുന്നുണ്ട്. തീരുന്ന മുറയ്ക്ക് ഇവിടെ നിൽക്കുന്ന ആൾ ഈ വോസ്റ്റ് ബ്രാറ്റൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുവാണ്. ഞങ്ങളങ്ങനെ സൺസെറ്റ് കാണാനായിട്ട് കടലിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാ ആൾക്കാരും ഫുഡൊക്കെ മേടിച്ച് ഇവിടെ സൺസെറ്റ് കാണാനായിട്ട് വന്നിരിപ്പുണ്ട്. ഇവിടെ ഇത്തരത്തിൽ ധാരാളമായിട്ട് കടൽ പക്ഷികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും കടലിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. കടൽ തീരം ഓൾമോസ്റ്റ് ഫുള്ളാണ്. എല്ലാവരും സൺസെറ്റ് കാണാനും അതുപോലെ തന്നെ ഈ മൂർഫെസ്റ്റ് ഇങ്ങനെ ആസ്വദിക്കാനും ഒക്കെയായിട്ട് ഈ കടൽ തീരത്ത് ഇങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി 9 മണിയായിട്ടുണ്ട്. ഞങ്ങൾ തിരികെ പോകാനായിട്ട് പോവാണ്. പക്ഷേ ഈ ബീച്ചും ഈ പരിസരങ്ങളും ഒക്കെ ഇപ്പോഴും തിരക്കാണ്. ആൾക്കാരൊക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ രാത്രിയാണ് ഈ രൂപങ്ങളെയൊക്കെ കാണാനായിട്ട് ഭംഗി. കുട്ടികളൊക്കെ പല രൂപങ്ങളുടെ ചുറ്റും നിന്ന് കൈകൊട്ടി അവയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രിയായ സമയത്ത് ഈ വീട് ശരിക്കും ഒരു ഗോസ്റ്റ് ഹൗസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സൗണ്ട് ഇഫക്റ്റും ലൈറ്റ് ഇഫക്റ്റും ഒക്കെ ആയിട്ട് ഈ വീടിനെ ഒരു സ്പിരിറ്റുകളുടെ ഹൗസായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ വീട്ടുകാർ.
രാവിലെ പോലെയല്ല, രാത്രി സമയത്ത് ഈ രൂപങ്ങളൊക്കെ ശരിക്കും പേടിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെ ഗ്രാൽ മ്യൂറിറ്റ്സിലെ ഈ മൂർ ഫെസ്റ്റിലെ കാഴ്ചകളൊക്കെ പകർത്തി ഞങ്ങളിതേ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.